ഹായ്, എല്ലാവരും സേഫാണോ? ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് പ്രാവൻകൂട്. പ്രാവൻകൂട് എന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇപ്പം മഴ ഏകദേശം ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഇന്ന് ഓഗസ്റ്റ് 3 കേട്ടോ. ഓഗസ്റ്റ് 3. ഇപ്പോൾ ഏകദേശം ഒരു മണി 9-9:45 ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ് നോക്കട്ടെ. 9:30 സമയമായിട്ടുണ്ട് രാവിലെ. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ മേളത്തെ മുറ്റമാണ് ഈ കാണുന്നത്. ഇവിടെ നേരെ താഴോട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഇവിടെ എല്ലാം വെള്ളം കയറി. താഴത്തെ സ്റ്റെപ്പിൽ ഇവിടെ വരെ ഇപ്പം വെള്ളം വന്ന് നിൽപ്പുണ്ട്. ഇത് പെയ്ത്ത് വെള്ളമാണ്, ഒഴുകി വരുന്ന വെള്ളമാണ് ഈ വന്നിങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നത്. ഇപ്പുറത്ത് മതിലൊക്കെ ഉണ്ട്. ആ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. കാരണം ഇത് കുറച്ച് താഴ്ന്ന ഏരിയയിലാണ് നിൽക്കുന്നത്. കാരണം റോഡ് ഉയർത്തി കെട്ടിയത് കാരണം അരിയിലുള്ള വീടുകളെല്ലാം താഴ്ന്നു. അങ്ങോട്ട് അത് കാരണം വെള്ളം ഇങ്ങനെ ഒഴുകി വന്നടിഞ്ഞു കൂടി നിൽക്കുകയാണ്. അപ്പം കണ്ടോ, എൻ്റെ കാൽ ഇത്രയും നനയത്തക്ക രീതിയിലാണ് ഇപ്പോൾ വെള്ളം ഇവിടെ ഉള്ളത്. എല്ലാം വന്നിങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുവാണ് എല്ലായിടവും. കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ മുറ്റത്ത് വെള്ളമുള്ളത്. താഴത്തെ മുറ്റത്തെ വെള്ളമാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ടൊന്ന് പോവാം. ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ വീടാണ് തൊട്ടപ്പുറത്ത്. അവിടെ എല്ലാം വെള്ളം കയറി. ഞാൻ കാണിക്കാവേ. കണ്ടോ, കണ്ടോ, ഇപ്പം എൻ്റെ കാലിൽ ഏകദേശം ഇത്രയും വെള്ളമുണ്ട്. കണ്ടോ, അങ്ങോട്ട് ഇറങ്ങുന്തോറും കാല് കൂടുതൽ വെള്ളം കയറി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. വഴുക്കലൊക്കെ ഉണ്ട്, ചള്ളയും വെള്ളം എല്ലാം കൂടെ ആയിട്ട്. ഇതെൻ്റെ കൊച്ചച്ഛൻ്റെ വീടാണ്. കൊച്ചച്ഛൻ്റെ വീട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഇതാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് തോടാണ്. ആ തോടിൻ്റെ അവിടെ ഇത്രയും വെള്ളം. തോട് ആദ്യമേ പെയ്ത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പുറത്തോട്ട് വെള്ളം അങ്ങ് കയറാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് നിലവിലെ സാഹചര്യം. ഇങ്ങനെ വെള്ളം അങ്ങോട്ടങ്ങ് പോയേക്കുവാണ്. ഇത് ഞങ്ങൾക്ക് കൂടുതൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ നിന്നാണ് വെള്ളം കയറുന്നത്. ആ ഭാഗത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഈ വയൽ പ്രദേശം, എന്താ പറയുക, താഴ്ന്ന ഏരിയയാണ്. വയലല്ല, താഴ്ന്ന ഏരിയ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വെള്ളം എല്ലാം കൂടെ ഇങ്ങോട്ട് കയറുകയാണ്. അതാണ് ഈ പ്രശ്നം. ബാക്കിൽ നിന്നാണ് വരുന്നത്. നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്നല്ല, ഈ ബാക്കിൽ നിന്നാണ് വെള്ളം കയറുന്നത്. കണ്ടോ, ഇപ്പോഴത്തെ തോട് ഏതാ വീട് ഏതാന്ന് കണ്ടാൽ അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളത്തിലൂടെയാണ് ഞാൻ കണ്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ, മുമ്പേ നിന്നതിനേക്കാളും വെള്ളം ഉയർന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഇതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം കണ്ടോ, കാരണം ഇവിടെ വരെയായി വെള്ളം. നേരത്തെ ഇതിൻ്റെ പാദത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മേലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ വരെയായി. ഇറങ്ങും തോറും ആഴം കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രാവൻകൂട് ഏരിയയിലുള്ള ഭാഗമാണ് ഈ കാണിക്കുന്നത്, മഴുക്കീർ ഭാഗം. കണ്ടോ, ഇപ്പം ഇത്രയും വെള്ളമായി. ഇറങ്ങുന്നത് അനുസരിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മതിലും അതും ഇതുമൊക്കെ ഇങ്ങനെ കെട്ടി അടച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ വരുന്ന വെള്ളമാണ്. അപ്പോൾ പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. കണ്ടോ, എന്തോരം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്തൊക്കെ എന്തൊക്കെ ഇഴജന്തുക്കൾ ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ ആണ് മനുഷ്യനിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഉള്ള വേസ്റ്റും അതും ഇതെല്ലാം ഇങ്ങനെ അടിഞ്ഞു കൂടി കിടപ്പുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കാണുന്ന വീടുകളാണ്. ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വെള്ളം ഇച്ചിരി കുറഞ്ഞു. അതേപോലെ ഓരോ താഴ്ന്ന ഏരിയയിലോട്ടേക്ക് ഇത് കണ്ടോ, ഈ മതിലൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട്. അവിടുത്തെ വെള്ളം എല്ലാം കൂടെ ഒഴുകി ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇടയ്ക്ക് കല്ലൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ചള്ളയിൽ കാലൊന്നും പൊതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കല്ല് ഒക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. തട്ടി എങ്ങാനും വീണ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പം
ഉള്ളിലെ ഇത്തരം വീടുകളിലോട്ടാണ് ഈ വെള്ളം, അത് ഈ പറഞ്ഞ പോലെ ഒഴുക്ക് വെള്ളം, ഒഴുകി വരുന്ന വെള്ളം എല്ലാം കൂടെ അടിഞ്ഞുകൂടി ഇതിലിങ്ങനെ ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ അത്രയും പ്രശ്നമില്ല, കാരണം റോഡ് സൈഡുകളിൽ താമസിക്കുന്നവർക്ക് അത്രയും പ്രശ്നമില്ല. അവിടുന്ന് വെള്ളം ഒഴുകി താണ ഏരിയകളിലോട്ട് പുറയിലോട്ടുള്ള വീടുകളിലേക്കാണ് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. കണ്ടോ? കഴിഞ്ഞ 2018 വെള്ളം വെച്ച് നോക്കാമെങ്കിൽ അകത്തേക്ക് കയറിയില്ല എന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കണ്ടോ? ഇവിടെ വരുമ്പോഴത്തേക്കും വെള്ളം ഇല്ല. കണ്ടോ? കുറഞ്ഞു. ഇവിടെയൊക്കെ വെള്ളം കുറവാണ്, കാരണം ഇതുണ്ട് ഈ മതിലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് താഴ്ന്ന ഏരിയകളിലേക്ക് വെള്ളം വരുന്നതിൻ്റെ വെള്ളമാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടൊന്നും വലിയ പ്രശ്നമില്ല. ഇത് ഇവിടെ പ്രാവൻകൂട് അകത്തേക്ക് കിടക്കുന്ന റോഡാണിത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന റൂട്ട് അപ്പുറമാണ്. ഇതിലേ നമുക്ക് പോകാം. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുണ്ട് ഇങ്ങനെയാണ്. റോഡിൽ ഉണ്ടോ, ഈ അകത്തോട്ടുള്ള ഏരിയകളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. കാണിച്ചു തരാം. ഞാൻ അവിടെ നിന്ന് വരെ വന്നപ്പോൾ ഇത്രയും ഭാഗത്ത് വെള്ളമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സീൻ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? ഇതാണ് നിലവിലെ അവസ്ഥ. കുറച്ച് ഭാഗങ്ങളിൽ വെള്ളമുണ്ട്, കുറച്ച് ഭാഗങ്ങളിൽ വെള്ളമില്ല. ഇവിടെ ഒന്നും വെള്ളം കയറിയിട്ടില്ല, അകത്തോട്ട് വെള്ളം കയറിയിട്ടില്ല. പക്ഷെ പുറത്തെ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ കഴിയുന്നവരുടെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം നമുക്ക്. അനീഷേ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ. നമ്മുടെ വെള്ളത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഉണ്ട് ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ വരെയാണ് വെള്ളം വന്ന് നിൽക്കുന്നത്. ഇവിടെയും വയ്യാത്തവരും ഒക്കെ ഉള്ളവരാണ്. കണ്ടോ? അതിനകത്തോട്ടൊക്കെ വെള്ളമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഈ ഒരു അളവില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അത്രയില്ലായിരുന്നു. കണ്ടോ? ഇപ്പോൾ ഇത്രയായി. ഈ താഴത്തെ സ്റ്റെപ്പിൻ്റെ താഴെയില്ലേ ഒരു സ്റ്റെപ്പ്, ഇത്രയും വരെ എത്തി നിൽക്കുകയാണ്. അനീഷേ പറ, എങ്ങനെയുണ്ട് ഇവിടുത്തെ അവസ്ഥ? കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളം ഇന്നലെ തന്നെ ആ രീതി തന്നെ വന്ന രീതി അവിടെ തന്നെ നിൽക്കുകയാണ്. മൂഴിയാർ ഡാം കൂടെ തുറന്നു വിട്ടല്ലോ, സാഹചര്യത്തിൽ ചിലപ്പം വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. ഡാം തുറന്ന് വിടാതെ തന്നെ നമ്മൾ ഇത്രയും പ്രതിസന്ധി തരണം ചെയ്തോണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ ഇതെല്ലാം ഒഴുക്കോടെ ഇല്ലയോ അനീഷ? ഒഴുകി വരുന്നതല്ലേ? ഓക്കെ. ഉണ്ടോ? എന്തി ചാരു എന്തി? ശരി. ഓ ശരി ശരി. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ആശ്രയിക്കുന്ന ഈ പിള്ളേരെയൊക്കെ കേട്ടോ. അവർ ഓടി വരും, എന്താവശ്യം പറഞ്ഞാലും അവർ ഓടി വരുന്ന പിള്ളേരാണ്. ഓക്കെ. നോക്കി ഇവിടെ ചുറ്റുവട്ടം മുഴുവൻ ഈ വീടിൻ്റെയൊക്കെ പരിസരം മുറ്റുണ്ട്. എന്തോ ഞങ്ങളുടെ അവിടെ പിന്നെ താഴത്തെ മുറ്റം, താഴത്തെ മുറ്റം കംപ്ലീറ്റ് വെള്ളമായി. എല്ലാവരും ഈ പ്രതിസന്ധി ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ഭയങ്കര വെള്ളമാണ്. കണ്ടോ? ഇപ്പം നടക്കുന്ന ഇപ്പം എൻ്റെ ഒരു പാദത്തിൻ്റെ ഈ ഒരു ഇവിടെ വരെയാണ് വെള്ളം ഉള്ളത്. കണ്ടോ? ഈ ഭാഗത്തെല്ലാം ഇതിനകത്തൊക്കെ ചവിട്ടി എന്തൊക്കെ രോഗങ്ങളുണ്ടാവുന്ന പോലെ അറിയത്തില്ല.
എന്നാലും ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. ഈ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നം. എനിക്കൊന്നും അകത്തോട്ടൊന്നും കയറിയിട്ടില്ല, അവർക്ക് കണ്ടോ, അകത്തോട്ടൊന്നും കയറിയിട്ടില്ല. അല്ലാതെ കാണുന്നതാണ് ഈ വെള്ളം. കണ്ടോ, നോക്കിക്കേ, ഇവിടെ എല്ലാം വെള്ളം കയറി. കണ്ടോ, ഇത് നടക്കുന്നതനുസരിച്ച് ഉണ്ടോ, ഓളം തല്ലി പോകുന്നു. ഒരു കാര്യമുണ്ട്, നമ്മൾ ഉപേക്ഷിച്ച വസ്തുക്കളെല്ലാം തിരിച്ചു കൊണ്ട് തരുന്നുള്ളൂ. ഉള്ള വേസ്റ്റുകളെല്ലാം അടിഞ്ഞു കൂടി ഓരോ ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. കണ്ടോ കണ്ടോ, ഓരോ വേസ്റ്റുകൾ ഒന്ന് കൂടുന്നുണ്ട്. എനിക്കൊന്ന് പണിക്ക് ഇറക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് അതുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ പോയി. ഇദ്ദേഹത്തൊരു കടയായിരുന്നു. ഉണ്ടോ, അതോടെ എല്ലാം വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥ ഉണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വെട്ടിക്കോട്ടിലെ ഭദ്രകാളി ക്ഷേത്രത്തിലോട്ട് പോകുന്ന റൂട്ടാണ്. അവിടെയും എല്ലാം വെള്ളമാണ് അങ്ങോട്ട്. പിന്നെ അത് നേരെ നമ്മൾ ഇതിൽ നേരെ കയറി ഷാപ്പുവഴിയുടെ അവിടെ കയറി അവിടെ നിന്ന് നേരെ തിരുവാമണ്ടൂരോട്ട് പോകാൻ പറ്റും. അവിടെ വെള്ളം, ആ പോകുന്ന വഴിയെല്ലാം വെള്ളമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ മഴ വരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. ഇവിടെ എല്ലാം ഓരോരുത്തരും കണ്ടോ വെള്ളമൊക്കെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ടിനി പോകും തോറും വെള്ളം കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരും. അത് കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാം, കണ്ടോ, അങ്ങ് വരെ അങ്ങ് വെള്ളമാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ മൂന്നും കൂടിയ കവല നിൽക്കുക. അങ്ങോട്ടും വെള്ളം, എൻ്റെ പുറകിൽ വെള്ളം, ഇവിടെയും വെള്ളം, ഇവിടെയും വെള്ളം. എങ്ങോട്ടും തിരിഞ്ഞു പോകാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഈ ഒരു അളവിൽ ഇങ്ങനെ വെള്ളം കിടക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഭീതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ അത് മഴ ഒന്ന് തോർന്ന് നിൽക്കുക. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മൂടാപ്പുണ്ടെങ്കിലും മഴ ഇപ്പം പെയ്യുന്നില്ല. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ മഴ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും പെയ്യുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ കണ്ടോ ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും നീന്തി വീട്ടിലെത്താനൊന്ന് നോക്കട്ടെ. നടന്നുകൊണ്ടിരിക്കുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ മഴ എങ്ങാനും തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ചുകൂടെ അകത്തോട്ടായതുകൊണ്ട് വഴിക്ക് പ്രോബ്ലം കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. പിന്നെ വിളിച്ചാൽ വരുന്ന പിള്ളേരാണ് അടുത്തുള്ളതല്ല, അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. മഴ പെയ്യല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. നമ്മുടെ ഈ ഉള്ളിലെ ഏരിയയിലുള്ളവർക്കാണ് ഇത്രയും പ്രശ്നം ഫേസ് ചെയ്യുന്നത്. അങ്ങനെ മെയിൻ റോഡ് ഭാഗത്തോട്ടൊന്നും അധികം വെള്ളമില്ല, എല്ലാം ഒഴുകി ഇങ്ങോട്ടാണ് വന്ന് ചേരുന്നത്. ആ ഒരു പ്രശ്നമാണ്. അങ്ങോട്ട് അകത്തോട്ടൊന്നും കയറിയിട്ടില്ല, ഇവിടെ വരെ വന്നിട്ടുള്ളൂ. കണ്ടോ, ഇങ്ങനെ നീന്തി ഏതായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. എൻ്റെ അമ്മയാണ് കേട്ടോ വെള്ളവും നീന്തി പോവുക. നോക്കണേ, കല്ല് താഴെയുണ്ട്, സൂക്ഷിച്ച് നടക്കണേ. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം ഉണ്ടോ, ഈ താഴെ ഇവിടെ വരെ എത്തിയേക്കുക, ഈ ഒരു പോയിന്റിൽ വരെ എത്തിയേക്കുക. മേലോട്ട് കയറിയിട്ടില്ല, കുറച്ച് പൊക്കത്തിലായതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഇനിയും മഴ ഈ ഒരു ഇങ്ങനെ അങ്ങ് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം പണി കിട്ടും. ഇവിടെ വയ്യാത്ത ഒരുപാട് മനുഷ്യരുള്ളതാണ്. അതേ കണ്ടോ, കാല് വയ്യാത്ത എൻ്റെ കൊച്ചച്ഛൻ്റെ അമ്മയാണ്. രണ്ട് കാലിനും വയ്യാത്ത അമ്മയാണ്. കണ്ടോ, അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ വെള്ളത്തിലിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ കൂടുതൽ പൊങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം പണി കിട്ടും. നിങ്ങളുടെ സ്ഥലങ്ങളിലെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് പറയണേ. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കും. ഓക്കെ.